യേശുക്രിസ്തുവിന്റെ ജെറുസലേം പ്രവേശനത്തെ അനുസ്മരിച്ചുകൊണ്ട് ഗൾഫ് രാജ്യങ്ങളിലെ ക്രൈസ്തവ വിശ്വാസികളും ഓശാന ഞായർ ആചരിച്ചു. ഓശാന തിരുനാളിനോടനുബന്ധിച്ച് ഗൾഫിലെ ക്രൈസ്തവ ദേവാലയങ്ങളിൽ തിരുക്കർമ്മങ്ങൾ നടന്നു. ഇതോടൊപ്പം ഈസ്റ്റർ വരെ നീളുന്ന വിശുദ്ധ വാരത്തിനും തുടക്കമായി. ഓശാന ഞായറായ ഇന്ന് വിവിധ ഗൾഫ് രാജ്യങ്ങളിലെ ക്രിസ്തീയ ദേവാലയങ്ങളിൽ രാവിലെ മുതൽ വിശ്വാസികളുടെ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഒമാനിലെ വിവിധ പള്ളികളിൽ പ്രത്യേക പ്രാർത്ഥനയും കുരുത്തോല പ്രദക്ഷിണവും ദിവ്യബലി ഉൾപ്പെടെയുള്ള ചടങ്ങുകളും നടന്നു. മസ്കറ്റിലെ റൂബി സെന്റ് പീറ്റർ ആൻഡ് പോൾ കാത്തലിക് ദേവാലയത്തിൽ നടന്ന ശുശ്രൂഷകൾക്ക് വികാരി ഫാദർ സെവിൻ ചർലക്കാട്ട് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. യുഎഇയിലും ഓശാന പെരുന്നാളിന്റെ ഭാഗമായി പ്രത്യേക പ്രാർത്ഥനാ ചടങ്ങുകൾ നടന്നു. ദുബായ് സെന്റ് തോമസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ നടന്ന ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ ഇടുക്കി ഭദ്രസനാധിപനും കണ്ടനാട് വെസ്റ്റ് ഭദ്രാസനത്തിന്റെ സഹായ മെത്രാപ്പൊലിത്തയുമായ സക്കറിയമാർ സേവറിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഷാർജ സെന്റ് ഗ്രിഗരിയോസ് ഓർത്തഡോക്സ് ഇടവകയിൽ നടന്ന ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ കണ്ടനാട് ഈസ്റ്റ് ഭദ്രസനാധിപൻ ഡോക്ടർ തോമസ് മാർ അത്താനിയോസ് മെത്രാപ്പൊലിത്ത മുഖ്യ കാർമ്മികത്വം വഹിച്ചു. മറ്റു വിവിധ ഗൾഫ് രാജ്യങ്ങളിലും ഓശാന ഞായറിനോടനുബന്ധിച്ച് പ്രത്യേക പ്രാർത്ഥനകൾ നടന്നു. ജനം, ദുബായ്.